അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله على كل حال. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ ഷെയ്ഖ് സ്വാലിഹ് സിന്ദിയുടെ മറാഖി അൽ വഈ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ശാസ്ത്രത്തിൻ്റെ പരിമിതികളെക്കുറിച്ചാണ്. എന്താണ് ശാസ്ത്രം? ശാസ്ത്രത്തിനെക്കുറിച്ച് ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ച ലോകത്തിൻ്റെ പരീക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവിനെയാണ് ശാസ്ത്രം, അല്ലെങ്കിൽ അതിൻ്റെ പഠനത്തിനെയാണ് ശാസ്ത്രം, അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ്, അല്ലെങ്കിൽ സയൻസ് എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രത്തിനെ ഒരിക്കലും ഇസ്ലാം നിരാകരിക്കുന്നില്ല, അതിൻ്റെ പഠനത്തിനെ നിരാകരിക്കുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഒരുപാട് ഉപകാരങ്ങൾ ശാസ്ത്രത്തിൻ്റെ പഠനം കാരണത്താൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരുപാട് എളുപ്പവും ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ പഠനം, അതിൻ്റെ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മറഞ്ഞ ലോകത്തുള്ള, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത മതം പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ നിഷേധത്തിനെക്കുറിച്ചും അതിനവർ തെളിവ് പിടിക്കുന്നത് ശാസ്ത്രത്തെയാണ്. ശാസ്ത്രീയമായി കണ്ടുപിടിച്ച കാര്യങ്ങളിലല്ലാതെ, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളിലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നുള്ള ഒരു തെറ്റായ ഒരു വിശ്വാസം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കണ്ട്, നമുക്ക് നിരീക്ഷണങ്ങൾ നടത്തി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അറിവാണ്. അതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന് ഷെയ്ഖ് ഇവിടെ അതിന് ഉദാഹരിക്കുന്നത്, ഇപ്പോൾ ഒരു മനുഷ്യൻ, ഒരു പണിക്കാരൻ, അദ്ദേഹം ഇരുമ്പുകൾ കണ്ടെത്തുന്ന ഒരു മെഷീൻ, ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പരിസരത്ത് അദ്ദേഹം അന്വേഷിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ മണ്ണിൻ്റെ ഒരുപാട് അടിയിൽ കിടക്കുന്ന പല ഖനികളും അല്ലെങ്കിൽ പല ഇരുമ്പിൻ്റെ ധാതുക്കളും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അങ്ങനെ ഈ മെഷീനിൻ്റെ കാരണം നേരിട്ട് കാണാൻ പറ്റാത്തൊരു കാര്യത്തെ ആ ഒരു മെഷീൻ എന്ത് ചെയ്യാണ്? കണ്ടെത്തുകയാണ്. ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു കടൽ തീരത്ത് പോയിട്ട് പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ മരവും കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നു, പക്ഷേ ഈ മെഷീൻ കണ്ടെത്തുന്നില്ല. അതായത് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ അത് ഇരുമ്പിൻ്റെ ധാതുക്കളെ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യത്തെ കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിനെയോ അല്ലെങ്കിൽ മരത്തിനെയോ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചാൽ ആ വ്യക്തിക്ക് അത് ഒരിക്കലും ലഭിക്കുകയില്ല. എന്നിട്ട് ഈ വ്യക്തി പറയുകയാണ്, ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കണ്ടെത്താൻ നോക്കി, അല്ലെങ്കിൽ മരം ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു, അതുകൊണ്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ലോകത്ത് പ്ലാസ്റ്റിക് തന്നെ ഇല്ല, അല്ലെങ്കിൽ മരം തന്നെ ഇല്ല എന്നൊരു വാക്ക്. ഈ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്താണ് വിചാരിക്കുക? അദ്ദേഹത്തിന് വലിയൊരു അബദ്ധം സംഭവിച്ചു എന്നാണ്. എന്തിലാണ് അബദ്ധം സംഭവിച്ചത്? അദ്ദേഹം കണ്ടെത്താൻ ഉപയോഗിച്ച ആ മെഷീനിലുള്ള അദ്ദേഹത്തിൻ്റെ അബദ്ധമാണ്. അതുകൊണ്ട് അദ്ദേഹം കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ ഇരുമ്പിൻ്റെ ധാതുക്കളെയാണ്. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് ഉപയോഗിച്ചത് എന്ത് കണ്ടെത്താനാണ്? പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ തടികളും കണ്ടെത്തുവാനുള്ള പരിശ്രമം നടത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശാസ്ത്രം എന്നുള്ളത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുപയോഗിച്ച് ഈ പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള, ഈ പ്രപഞ്ചവുമായി ഒരു രീതിയിലുമുള്ള ബന്ധമില്ലാത്ത അള്ളാഹുവിൻ്റെ, അതിനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കണ്ടെത്തുവാൻ ഈ ശാസ്ത്രം, നേരിട്ട് ഉള്ള ഈ ഒരു ശാസ്ത്രത്തിൻ്റെ പരീക്ഷണങ്ങൾ, ഒരു ലബോറട്ടറിയിൽ എനിക്ക് പരീക്ഷണം നടത്തി അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ഒരു അബദ്ധമാണ്. മറ്റൊരു ഉദാഹരണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ,
നീളം അളക്കുന്ന സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് അളക്കാൻ കഴിയില്ല. വെയിറ്റ് അളക്കുന്ന അളവുകോൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു വെള്ളത്തിൻ്റെ എത്ര ലിറ്റർ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിനൊക്കെ വ്യത്യസ്തമായ അളവുകോലുകളാണ്. ഓരോ അളവുകോലുകളും അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അളക്കുന്നതിനു വേണ്ടിയാണ്. പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള, സമയത്തിനും കാലത്തിനും എല്ലാത്തിനും അതീതമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് നിരീക്ഷണ പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയാൽ മാത്രമേ ഞാൻ അതിൽ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധമായിട്ടാണ് ഷീഖ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ അങ്ങേയറ്റം അതിര് കടന്ന ഒരു ടീമുണ്ട്. ആ ടീം നമുക്കറിയാം, ശാസ്ത്രമാത്രവാദം. അതായത് ശാസ്ത്രത്തിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് അറിവ്, അത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു വാദം. ഞങ്ങൾ അതേ വിശ്വസിക്കുകയുള്ളൂ. ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്നത് മാത്രമാണ് അറിവ്, അത് മാത്രമാണ് സത്യം, അതിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വാദം. ഈ വാദം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ ശാസ്ത്രീയപരമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 2-3 ഉദാഹരണങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് സൂചിപ്പിക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. മാത്രമല്ല നമുക്ക് അറിവ് ലഭിക്കാനുള്ള കാരണങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പം മാത്തമെറ്റിക്സ്, കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലോജിക്കാണ്. ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് കണക്കിലെ കണ്ടെത്തലുകൾ ചെയ്യുന്നത്. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ ചെയ്യുന്നത് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ്. അതേപോലെ തന്നെ നമുക്ക് അറിവ് ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു അതോറിറ്റിയിൽ നിന്ന് നമ്മൾ വിശ്വാസ്യതയോടുകൂടി എടുക്കുന്ന ഒരു കാര്യം. ചരിത്രങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. ഒരു നാടിൻ്റെ ചരിത്രം, ഒരു വ്യക്തിയുടെ ചരിത്രം, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം, അതൊരിക്കലും നമുക്ക് രണ്ടാമത് ആ ഒരു സമയത്തിലേക്ക് ചെന്നുകൊണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിയുന്നതല്ല. അത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് വായിച്ച് അത് നമുക്ക് വിശ്വസിക്കുക എന്നത് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് സാധിക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളാണ്. അതിൽ ഒരു മാർഗം മാത്രമാണ് യഥാർത്ഥത്തിൽ നേരിട്ടുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അറിവ് നേടുന്ന ശാസ്ത്രത്തിൻ്റെ ആ ഒരു രീതി. അത് ഒരൊറ്റ മാർഗം മാത്രമാണ്. അതല്ലാത്ത മറ്റ് ഒരുപാട് മാർഗങ്ങൾ നമുക്ക് അറിവ് നേടുന്ന വിഷയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തെ, അതിൻ്റെ പൊള്ളത്തരത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഷെയ്ഖ് 5 പോയിന്റുകളാണ് ഇവിടെ കിതാബിൽ സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നൊരു വിഷയം, ഈ നേരിട്ടുള്ള നമ്മൾ ശാസ്ത്ര നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി നേടിയെടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അതിൻ്റെ അളവുകോലുകൾക്ക് അപ്പുറത്താണ് യഥാർത്ഥത്തിൽ അള്ളാഹുവും അവൻ്റെ ദീനും. ഈ മറഞ്ഞ കാര്യങ്ങളും അഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ പുറത്താണ്. അതൊരിക്കലും നമുക്കൊരു നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയുടെ ഉള്ളിൽ കയറി ചെന്നുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല. അതിനെ അദ്ദേഹം പറയുന്ന ചെറിയ 2-3 ഉദാഹരണങ്ങൾ. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഭക്ഷണം ഒരു വ്യക്തി കൊണ്ടുവച്ചു. ആ ഭക്ഷണം നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ന്യൂട്രീഷൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത് അദ്ദേഹം പറയും ഇതിൽ എത്ര ശതമാനം ഫാറ്റ് ഉണ്ട്, എത്ര ശതമാനം പ്രോട്ടീൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇതൊരു കെമിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം അതിൻ്റെ അകത്തുള്ള ഓരോ രാസപ്രവർത്തനങ്ങളുടെയും അതുവഴി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുക. അതേപോലെ ഫിസിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അങ്ങനെ തന്നെ ഈ മാത്തമെറ്റീഷ്യൻ്റെ അടുത്ത് പോയാലും അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള അതിൻ്റെ ഘടനയുടെ രീതി, അതിൽ എത്രത്തോളം ഉപകാരം മനുഷ്യനുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുക, അവർക്ക് പറഞ്ഞു തരാൻ കഴിയുക. അവർക്കൊരിക്കലും ഉത്തരം നൽകാൻ കഴിയാത്തൊരു വിഷയമുണ്ട്, ഇതാരാണ് ഉണ്ടാക്കിയത്, ഇവർക്ക് ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയില്ല. രണ്ടാമത്തത്, ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കി, ഇതാർക്ക് വേണ്ടി ഉണ്ടാക്കി, ഇത് ഉണ്ടാക്കി ഇദ്ദേഹത്തിന് നൽകിയത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയങ്ങൾ, ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, ആ വിഷയത്തിലുള്ള അറിവ് ഒരിക്കലും നമുക്ക് ഈ ഫിസിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അടുക്കിലേക്ക് പോയാൽ നമുക്ക് ലഭിക്കില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം എന്താണ് എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടും. ഇതെന്താണ്,
ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ശാസ്ത്രജ്ഞന് പറയാൻ പറ്റും, ഇത് തടിയാണ്, ഇത് ഇന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്, ഇതിൽ ഇന്ന രൂപത്തിലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്, ഇതിന് ഇന്ന രൂപത്തിലുള്ള കാലാവസ്ഥകൾ തരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഇതിനുള്ളിൽ എന്താണ് എന്ന കാര്യത്തിന് മാത്രമേ ഒരു ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇത് എന്തിനു വേണ്ടി ഞാൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ള വിഷയങ്ങൾ ക്ലിപ്തപ്പെടുത്താൻ ശാസ്ത്രത്തിന് കഴിയില്ല. അതിന് 3-4 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നൽകാം. ഒന്നാമതായിട്ട് ഷെയ്ഖ് പറയുന്ന ഉദാഹരണം, സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിധി നൽകാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഇന്ന പെരുമാറ്റം നല്ല പെരുമാറ്റമാണ്, ഇന്നത് മോശം പെരുമാറ്റമാണ് എന്ന രൂപത്തിൽ പറയാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല, അവരുടെ ശാസ്ത്രം ഉപയോഗിച്ച് കഴിയില്ല. ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നു, അപ്പോൾ എന്ത് പറയാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ഇന്ന ഹോർമോൺ അധികമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടമായിട്ടുള്ള രൂപത്തിലും ഇടപെടലിലും ഇങ്ങനൊരു മാറ്റമുണ്ടായി എന്ന കാര്യമല്ലാതെ ഈ ദേഷ്യപ്പെടൽ അത് ശരിയാണോ അത് തെറ്റാണോ, അത് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നോ പാടില്ലേ എന്നുള്ള ധാർമ്മികപരമായിട്ടുള്ള സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിധി നൽകുവാനും അവർക്ക് കഴിയില്ല. ഒരു വ്യക്തിയെ കൊല്ലുക അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക അത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് വിധി നൽകുവാൻ കഴിയില്ല. ഉദാഹരണത്തിന് LGBT നമുക്ക് എടുക്കാം. അതിൽ പറയുന്നു, എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ ആണാണെന്ന്. ഒരു പെണ്ണിന് തോന്നുകയാണ് ഞാൻ ആണാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അവനെ ആണാക്കുന്നതിനു വേണ്ടിയുള്ള ശസ്ത്രക്രിയകൾക്കും അതിൻ്റെ മെഷീനറികൾക്കും അതിൻ്റെ മെഡിസിനുകൾക്കുമുള്ള കാര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ധാർമ്മികപരമായിട്ട് നീ അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ, അങ്ങനെ ചെയ്താൽ നിനക്ക് എന്തൊക്കെ കുടുംബപരമായിട്ട് പ്രശ്നമുണ്ടാകും, വ്യക്തിപരമായിട്ട് നിനക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾക്കും അതുവഴി അത് ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കുക ഒരിക്കലും ഒരു ശാസ്ത്രത്തിന് സാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു നന്മ തിന്മ നിശ്ചയിക്കുക, ഇത് നന്മയാണ് തിന്മയാണെന്ന് വേർതിരിക്കുക എന്ന വിഷയത്തിൽ യാതൊരുവിധ അഭിപ്രായം പറയാനുമുള്ള അവകാശം ശാസ്ത്രത്തിനില്ല. അവർക്കതിന് കഴിയില്ല. അത് എന്താണെന്ന് കാണിക്കുവാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നിരിക്കട്ടെ, അതിനെന്താണ് ശാസ്ത്രത്തിന് പറയാൻ കഴിയുക? ആ വ്യക്തിയുടെ മനസ്സിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, അതിശക്തമായ പ്രവാഹം ഉണ്ടായത് കാരണത്താൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അദ്ദേഹം ആ ഒരു സ്ത്രീയിലേക്ക് പ്രാപിച്ചു, അല്ലെങ്കിൽ ആ സ്ത്രീ ആക്രമിച്ചു എന്ന രൂപത്തിലുള്ള ഒരു ഉള്ളിൽ നടന്ന കെമിക്കൽ റിയാക്ഷനുകളെ മാത്രമേ ആ ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് പഠനം നടത്തി പറയുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ആ വ്യക്തി ചെയ്തത് ശരിയാണോ തെറ്റാണോ, അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ള കാര്യം ഒരിക്കലും പറയുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റായിട്ട് ഷെയ്ഖ് പറഞ്ഞത്, ഈ ഒരു ശാസ്ത്രം കൊണ്ട് ഒരു ശബ്ദം വളരെ മധുരമുള്ള ശബ്ദമാണോ, അല്ലെങ്കിൽ ഒരു സംസാരം അത് നല്ല സംസാരമാണോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു കാഴ്ച അത് നല്ല മനോഹരമായ കാഴ്ചയാണോ അല്ലേ എന്നുള്ള വിഷയം തീരുമാനിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. അതിനെന്തു പറ്റും? ആ ശബ്ദമുണ്ടായത് ഇന്ന വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടും അതിലൂടെ വായു ഇപ്രകാരം സഞ്ചരിച്ചത് കൊണ്ടാണെന്നും ഇന്ന രൂപത്തിലുള്ള പ്രഷർ കൊടുത്തിട്ടാണ് ഇന്ന രൂപത്തിലുള്ള ശബ്ദം ഉണ്ടായത് എന്നും പറയാൻ മാത്രമേ കഴിയൂ. അതിലൂടെ ഉണ്ടായ ശബ്ദം അത് വളരെ മനോഹരമാണോ അത് മോശമാണോ എന്ന രൂപത്തിൽ അത് നിശ്ചയിക്കുവാനും ശാസ്ത്രത്തിന് കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ചീത്ത വിളിച്ചു, ശാസ്ത്രത്തിന് എന്ത് പറയാൻ പറ്റും? അത് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ചില പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഒരു പ്രക്രിയയുടെ ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ അതിന് അവസാനം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്നേ ആ ഒരു ശാസ്ത്രത്തിന് ആ സംസാരം എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് നടന്നത് എന്നു മാത്രമേ അവിടെ പറയാൻ സാധിക്കൂ. അത് നല്ലതാണോ, അത് പറഞ്ഞത് മനോഹരമാണോ, അല്ലെങ്കിൽ ആ പാടിയ പാട്ട് നമുക്ക് നല്ല ഇമ്പമാർന്ന പാട്ടാണോ അല്ലേ, അതിന് അർത്ഥമുണ്ടോ അർത്ഥമില്ലേ, അതുകൊണ്ട് ജനങ്ങൾക്ക് മാറ്റമുണ്ടാവുമോ മാറ്റമില്ലേ എന്നുള്ള വിഷയങ്ങളിലൊന്നും ശാസ്ത്രത്തിന് അവിടെ പറയാൻ അവകാശമില്ല, പറയാൻ സാധിക്കുമെന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്നാമതായിട്ട് ഷെയ്ഖ് പറയുന്ന വിഷയം, ഈ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, വളരെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. ഉദാഹരണത്തിന് DNA-യിലുള്ള മാറ്റങ്ങളും അതിനെ ഹൈബ്രിഡ് ചെയ്ത് പല രൂപത്തിലാക്കി മാറ്റുന്ന പല പല പഠനങ്ങളും നടത്തുന്നു.
ആറ്റമിലുള്ള പഠനങ്ങൾ നടക്കുന്നു. ഈ പഠനങ്ങൾ മാത്രമേ ശാസ്ത്രത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് നന്മയാണോ പ്രവർത്തിക്കേണ്ടത്? ഉദാഹരണത്തിന് ആറ്റം ബോംബ് നിർമ്മിച്ചത് ശാസ്ത്രം കൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു രോഗങ്ങൾക്കുള്ള ചികിത്സ കണ്ടെത്തുന്നതും ശാസ്ത്രമാണ്. ഈ ഒരേ ശാസ്ത്രം ആറ്റത്തിനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്കുള്ളൊരു മരുന്നിനെ കണ്ടുപിടിക്കുന്നു. അതേ ആറ്റത്തിൽ നിന്നുള്ള പഠനം കൊണ്ട് ആറ്റം ബോംബും നിർമ്മിക്കുന്നു. ഈ രണ്ടും ഒരേ അറിവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ അറിവ് ഞാൻ എന്തിനുപയോഗിച്ചു എന്നുള്ളത്, എന്തിനുപയോഗിക്കണം എന്നുള്ളതിനുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും ശാസ്ത്രത്തിന് മറുപടിയില്ല. അത് മനുഷ്യൻ്റെ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ മാറ്റങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരിക്കലും ശാസ്ത്രത്തിന് ഇടപെടാനുള്ള അവകാശമില്ല. നാലാമതായിട്ട് ഷീഖ് പറയുന്ന ഒരു പോയിന്റ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രാപഞ്ചികമായിട്ട് ഈ ഭൗതിക ലോകത്തിൻ്റെ പുറത്തുള്ള അഭൗതികമായിട്ടുള്ള മലക്ക്, ജിന്ന്, അല്ലെങ്കിൽ മെറ്റാഫിസിക്സ് തുടങ്ങിയ, അല്ലെങ്കിൽ പരലോകം, സ്വർഗം, നരകം, അങ്ങനെ തുടങ്ങിയ ഈ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള മറ്റു അഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും, അല്ലെങ്കിൽ മറ്റു അഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അറിവ് ശാസ്ത്രത്തിന് കിട്ടുകയില്ല. കാരണം അവർക്കത് നേരിട്ട് ഭൗതികപരമായി കൊണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനോ സംസാരിക്കാനോ ഇടപെടാനോ മനസ്സിലാക്കാനോ കഴിയുന്ന കാര്യമല്ല. മലക്കുകളുടെ വിഷയമാകട്ടെ, പരലോകത്തിൻ്റെ കാര്യമാകട്ടെ, സുറാത്ത് ഉമാലമാകട്ടെ, അല്ലെങ്കിൽ മീസാൻ, അങ്ങനെ തുടങ്ങി ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഗൈബിയായിട്ടുള്ള മറഞ്ഞ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അതിൻ്റെ യാഥാർത്ഥ്യം, അത് സത്യമാണോ മിഥ്യയാണോ എന്ന് അവർക്കത് പഠനം നടത്താൻ പോലും അവർക്ക് കഴിയില്ല. കാരണം എന്താ? അവരുടെ പ്രാപഞ്ചികമായിട്ട് അവരുടെ മുന്നിലുള്ള കാര്യമല്ല ആ വിഷയം എന്നുള്ളതാണ്. അങ്ങനെ ഈ 4 ഉദാഹരണങ്ങളിലൂടെ ഷെയ്ഖ് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം അത് സ്ഥിരപ്പെടുത്തുകയാണ്. അതായത് പിന്നെ ആത്മീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള ഒരു വിഷയങ്ങളിലും, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഈ ശാസ്ത്രത്തിന് ഒരു രീതിയിലുമുള്ള അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. അവർക്കതിന് സാധിക്കുകയില്ല. കാരണം അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ശാസ്ത്രം എന്നുള്ളത്, ഈ വിഷയങ്ങളൊക്കെ ഇപ്പുറത്തുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് രണ്ടാമതായി കൊണ്ട് ഷീഖ് പറയുന്ന ഒരു പോയിന്റ്, അതായത് ഇവർ പറയുന്നു നേരിട്ട് കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് പഠനം നടത്തിയിട്ടേ ഞങ്ങളൊരു കാര്യം വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നൊരു വാദം, അങ്ങനെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രമേ ഞങ്ങൾ അറിവായി സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ആ പറഞ്ഞ വാദം ഒരിക്കലും അവർ ഈ പറഞ്ഞതുപോലെ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയതല്ല. അവർ നിരീക്ഷണ പരീക്ഷണങ്ങൾ വഴി കണ്ടെത്തിയ ഒരു അല്ലെങ്കിൽ ഒരു തിയറി അല്ല അത് ഫിലോസഫിക്കലായിക്കൊണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരൊരു വാദമായിക്കൊണ്ട് ഉന്നയിച്ചതാണ്. അവർ പറഞ്ഞ വാദം പോലും, അതായത് ശാസ്ത്രമാത്രവാദം, ശാസ്ത്രത്തിലൂടെ ലഭിക്കുന്ന അറിവ് മാത്രമാണ് സത്യം, അത് മാത്രമേ ഞങ്ങൾ അറിവായി സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന വാദം അവർക്കൊരിക്കലും ഒരു എക്സ്പെരിമെന്റ് ചെയ്തോ ഒരു ലബോറട്ടറിയിൽ പോയി അവർക്ക് നിരീക്ഷണം നടത്തി തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അവരുടെ വാദം തന്നെ അവരുടെ ആ വിഷയത്തിന് എതിരായിട്ട് വരുന്നു, അത് വൈരുദ്ധ്യമായിട്ട് തന്നെ വരുന്നു എന്ന് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല മൂന്നാമതായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നത്, ഈ ശാസ്ത്രീയ പഠനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ നേരിട്ടുള്ള ഈ എക്സ്പെരിമെന്റുകൾ വഴി കണ്ടെത്താൻ പറ്റുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, അതുപോലും 100% ശരിയല്ല. അത് എപ്പോൾ വേണമെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. അതിന് തെളിവായിട്ട് ലോകത്തറിയപ്പെട്ട ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയം പറയുന്നുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഇവിടെ കൊടുക്കുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു വചനമാണ്. അദ്ദേഹം പറയുന്നു, ഫിസിക്സിൽ നമ്മൾ കാണുന്ന ഒരുപാട് തിയറികളുണ്ട്. ആ തിയറികളെല്ലാം സമയബന്ധിതമാണ്. സമയത്തിനനുസൃതമായി കൊണ്ടത് മാറ്റം അതിന് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു 1000 ഐൻസ്റ്റീൻ പറഞ്ഞത്, ഞാൻ ഒരു കാര്യം, ഞാൻ കൊണ്ടുവന്ന ഒരു തിയറി, അല്ലെങ്കിൽ ഇന്ന സംഭവം ഇന്നതാണ്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനൊന്ന് കൊണ്ടുവന്നു, അതിനെ ഞാൻ 1000 തെളിവുകൾ വെച്ച് സ്ഥാപിച്ചു.
പക്ഷെ എൻ്റെ എതിരാളി ഒറ്റ തെളിവ് ഉപയോഗിച്ച് അത് തെറ്റാണെന്ന് സ്ഥാപിച്ചാൽ ഞാനത് അംഗീകരിക്കും. കാരണം ഞാനത് 1000 അല്ല 10,000 തെളിവുകൾ ഉപയോഗിച്ച് അത് സത്യമാണെന്ന് വാദിച്ചാലും അത് തെറ്റാണെന്നതിന് ഒറ്റ തെളിവ് മതി. അതൊറ്റ തെളിവ് മതി, വേറൊരു പുതിയൊരു കണ്ടെത്തൽ. കാരണം ഇതിൻ്റെ പിന്നിൽ ഇന്ന ഒരു എലമെന്റും കൂടിയുണ്ട്. ആ എലമെന്റ് നമ്മൾ ഇപ്പോഴാണ് കണ്ടെത്തിയത്. അങ്ങനെ പുതിയ പുതിയ കണ്ടെത്തലുകൾ വരുന്നതോടുകൂടി പഴയ കണ്ടെത്തലുകളൊക്കെ വിസ്മരിക്കപ്പെട്ട് കളയുന്ന, അതിനെ കൊണ്ട് ഉപകാരമില്ലാതായി പോകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രീയ പഠനങ്ങൾക്ക് എന്ന് പറയുന്നു. കാരണം അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് പോലും അത് കൃത്യമായിട്ട് നിൽക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ പറയാൻ സാധിക്കും, പണ്ട് കാലഘട്ടങ്ങളിൽ ഭൂമി നമ്മളിങ്ങനെ നിരീക്ഷണം നടത്തി നോക്കിയപ്പോൾ പഠനത്തിൽ നിന്ന് മനസ്സിലായത് ഭൂമി പരന്നു കിടക്കുകയാണ്. പിന്നീട് പഠനങ്ങൾ നടത്തി പല രൂപത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു നിഗമനത്തിലെത്തിയത് ഭൂമി ഉരുണ്ടതാണെന്നാണ്. അതിന് മാത്രമല്ല, പിന്നീട് സ്പേസ് ഷട്ടിലോട്ട് പുറത്തോട്ട് പോയി ഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഭൂമി ഉരുണ്ടിരിക്കുന്നു. പക്ഷേ പിന്നീട് വീണ്ടും പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് ബോധ്യപ്പെട്ടത് ഭൂമിയുടെ പാളികളിൽ അതിൻ്റെ ഷെയ്പ്പ് തുടർച്ചയായി കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏകദേശം ഒരു ഉരുണ്ട രൂപത്തിലാണെങ്കിലും പക്ഷെ അതിൻ്റെ ഷെയ്പ്പ് പലയിടത്തെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിലെ പുതിയ പഠനങ്ങൾ നമുക്ക് വ്യക്തമാക്കി നൽകുന്നത്. അപ്പോൾ പുതിയ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതോടുകൂടി മുമ്പുണ്ടായിരുന്ന ശാസ്ത്ര സത്യം അത് തെറ്റായി മാറുന്നു. അതുകൊണ്ട് ശാസ്ത്ര നിരീക്ഷണത്തിലൂടെ പരീക്ഷണത്തിലൂടെ കണ്ടെടുത്തുന്ന ഒരു കാര്യം പോലും 100% സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കണക്കിൽ പറ്റും. മാത്തമെറ്റിക്സിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+1=2 ആണ്. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ അല്ലെങ്കിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ 1+1=2 എന്നുള്ളത് അതൊരിക്കലും 2000 അല്ലെങ്കിൽ 3010 ആകുമ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കുകയില്ല. അത് ലോജിക്കലി പ്രൂഫാണ്. 100% വേറൊരു തെളിവ് കൊണ്ട് നിഷേധിക്കാൻ പറ്റാത്ത സത്യമായിട്ട് കണക്കുകളിലുള്ള ഒരുപാട് ഇക്വേഷൻസും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. പക്ഷേ ഈ നാച്ചുറൽ സയൻസിന്റെ, ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ, ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇന്ന് സത്യമായിരിക്കും, നാളെ അത് തെറ്റായിരിക്കും. അതിൽ പുതിയ കാര്യം കണ്ടെത്തും, പുതിയൊരു എലമെന്റ് കണ്ടെത്തും. ആദ്യം വിചാരിച്ചു ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമാണെന്ന്. ഇപ്പോൾ അടുത്ത കാലത്ത് വീണ്ടും പുതിയൊരു ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പുതിയ കണ്ടെത്തലുകൾ വരുന്നു. അപ്പോൾ മുമ്പ് ആർജിച്ചു വെച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തില് പ്രശസ്തമായിട്ടുള്ള ലൈബ്രറികളിലെല്ലാം അല്ലെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവരൊക്കെയും ഈ ശാസ്ത്രീയപരമായിട്ടുള്ള പുസ്തകങ്ങളെ 3 വർഷം കൂടുന്തോറും, യൂണിവേഴ്സിറ്റികളിലൊക്കെയും 3 വർഷം കൂടുന്തോറും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വിഷയങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ വെച്ച് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പഴയ കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അതിനെ ഒഴിവാക്കും. അപ്പോൾ പഴയ കാര്യങ്ങളെ ഒഴിവാക്കി പുതിയ അപ്ഡേറ്റുകളെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും അവിടുത്തെ ലൈബ്രറികളിലുമുള്ള അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, 4ാമതായിക്കൊണ്ട് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നൊരു വിഷയം, ഈ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഭൗതിക ശാസ്ത്രത്തിൽ ഓരോ അറിവുകൾ, അതിൻ്റെ അറിവുകളൊന്നും എല്ലാം ഒരേ ലെവലിലല്ല. ഉദാഹരണത്തിന് ഭൂമി ഉരുണ്ടതാണ്, ഭൂമി പരന്നതാണ്, അല്ലെ അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ. ഒരു അറിവ് പോലും, ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് പോലും ഒരേ തട്ടിലല്ല. ചിലത് നമുക്ക് ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ വെറും തിയറിയായിരിക്കും, ചില കാര്യങ്ങൾ നിരീക്ഷണം മാത്രമായിരിക്കും, ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കും. എന്നാൽ ചില വിഷയങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ചില നിഗമനങ്ങൾ മാത്രമായിരിക്കും. ആ നിഗമനമായിരിക്കും അവിടെ അദ്ദേഹം എഴുതി വെക്കുന്നത്. ഇത് ഇന്നതാകാം, ഇതിങ്ങനാകാം, ഇന്ന കാരണം കൊണ്ടാവാം ഇതിങ്ങനായത് എന്നൊരു. അപ്പോൾ ഈ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു അറിവും ഒരേ തട്ടിൽ എല്ലാം പക്കാ സത്യമാണ് എന്ന രൂപത്തിലില്ല. എല്ലാം വ്യത്യസ്ത അറിവുകളിലും വ്യത്യസ്ത സ്റ്റേജുകളിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, അവസാനമായിട്ട് 5ാമത്തെ ഒരു പോയിന്റായിട്ട് ഷെയ്ഖ് പറയുന്നത്, നമ്മൾ ഈ ശാസ്ത്രീയപരമായിട്ടുള്ള നേരിട്ട് നമ്മൾ കണ്ട്
മനസ്സിലാക്കി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ തൊട്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെ, അതിനോട് അപ്പുറത്തുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയങ്ങളും കണ്ടെത്തുന്നത്. ഉദാഹരണത്തിന്, അവർക്കൊരിക്കലും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം അവിടെ പോയി ഒരു മനുഷ്യന് നടന്ന് ഒരു ടേപ്പ് ഉപയോഗിച്ച് നേരിട്ട് ഇങ്ങനെ അളന്നു കൊണ്ടുവരാൻ കഴിയില്ല. അല്ലെങ്കിൽ എത്രയോ ഗാലക്സികൾക്ക് അപ്പുറത്തുള്ള മറ്റൊരു ഗാലക്സിയിൽ ഇന്നൊരു സംഭവമുണ്ട് എന്ന് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്രകാരം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, പല പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും, അതിനെ ഒന്നും നമ്മൾ നേരിട്ട് കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട് 100% നമുക്ക് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ അതെല്ലാം നിഗമനങ്ങളിലൂടെ, അത് അവർക്ക് ലഭിക്കുന്ന അറിവുകളും തെളിവുകളും മറ്റു കാര്യങ്ങളും വെച്ച് ഒരു നിഗമനത്തിലെത്തുന്നു. ആ നിഗമനം ഉപയോഗിച്ച് അവർ പഠനം നടത്തുന്നു. അങ്ങനെയാണ് അവർ പല കാര്യങ്ങളിലേക്കും എത്തിച്ചെല്ലുന്നത്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അനുഭവേദ്യമായിട്ട് ലഭിക്കുന്ന പല അനുഭവങ്ങളെയും നിന്നിട്ടാണ് അവർ പറയുന്നത്, ഇന്നൊരു സംഭവം ഇതിൻ്റെ പിന്നിലുണ്ടാകാം, ഇന്നൊരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ടാകാം എന്ന രൂപത്തിലേക്ക് അവർ മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്രത്തിൻ്റെ പഠനവും ശാസ്ത്രത്തിൻ്റെ പഠനം വഴി കണ്ടെത്തുന്ന കാര്യങ്ങളും അതൊരിക്കലും 100% എപ്പോഴും ശരിയാണ്, എപ്പോഴും സത്യമാണ് എന്ന നിലയിൽ നമുക്ക് ലഭ്യമല്ല. അത് ഫിലോസഫി ഓഫ് സയൻസ്, സയൻസിൻ്റെ ഫിലോസഫി തന്നെ. ആ സയൻസിന് എങ്ങനെയാണ് ഈ അറിവുകൾ ലഭിക്കുന്നത് എന്നുള്ള വലിയൊരു വിശാലമായ പഠനവും മാറ്റി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പഠനങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക. മാത്രമല്ല, ഷെയ്ഖ് അവസാനമായിട്ട് സൂചിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ. അതിലൊന്നാമത്തത് ഈ രൂപത്തിൽ 5 പോയിന്റുകൾ കൊണ്ട് നമുക്ക് മനസ്സിലായത്, ഈ ശാസ്ത്രത്തിലൂടെ മാത്രം പോയാൽ നമുക്ക് എല്ലാ അറിവും ലഭിക്കത്തില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള, നമ്മുടെ ഇടപെടാനുള്ള, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എല്ലാ അറിവും ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണ പരീക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കില്ല. ശാസ്ത്രത്തിന് തന്നെ കിട്ടുന്ന അറിവുകൾ പോലും അങ്ങനെ കിട്ടുന്ന അറിവല്ല. അവർ നിഗമനത്തിലൂടെയും അവരുടെ ഊഹാപോഹങ്ങളിലൂടെയും അവരുടെ ചിന്തകളിലൂടെയുമുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് അവർ പഠനം പോലും നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, ഇവരുടെ വാദം ഉപയോഗിച്ച് ഒരാൾ പറയാണ്, ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം? ഇപ്പം നിങ്ങൾ ഈ വാദം പറയുന്ന ആൾക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ, അവർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് പരീക്ഷണം നടത്തിയാൽ അവർ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു സ്പേസ് ഷട്ടിൽ കയറി ഭൂമിക്ക് വെളിയിലോട്ട് പോയിട്ട് ഭൂമിയെ നോക്കി ബോധ്യപ്പെട്ടു, ഭൂമി ഉരുണ്ടതാണ്. അയാൾ തിരിച്ചു വന്നിട്ട് പറയാണ്, ഞാൻ നേരിട്ട് കണ്ടു, ഭൂമി ഉരുണ്ടതാണ്. ഇയാൾക്കത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇയാളത് നേരിട്ട് കണ്ട് നിരീക്ഷണ പരീക്ഷണം നടത്തി ബോധ്യപ്പെട്ടിട്ടില്ല. ഇവരുടെ വാദം ഉപയോഗിച്ച് അങ്ങനെ ഇയാളിൽ നിന്ന് കിട്ടുന്ന അറിവ് പോലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവ്, അങ്ങനെ പല രൂപത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഗതികേടിലേക്ക് ഇവർ എത്തുന്നു. ഇവർക്ക് സ്വന്തമായി കൊണ്ട് തന്നെ എല്ലാ നിരീക്ഷണ പരീക്ഷണങ്ങളും നടത്തി ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന മണ്ടൻ വാദമാണ്. അതൊരു തെറ്റായ, അപ്രായോഗികമായ, ഒരിക്കലും അവർക്ക് പോലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു അബദ്ധമാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടണം. മാത്രമല്ല, ഷെയ്ഖ് പറയുകയാണ്, ഈ നിരീക്ഷണ പരീക്ഷണത്തിലൂടെയുള്ള ഈ ശാസ്ത്രം, അതായത് ഈ നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് എതിരാണോ? അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് ഈ ശാസ്ത്രീയ പഠനം എതിരാണോ എന്നുള്ളതാണ്. ആ വിഷയത്തെ ഷെയ്ഖ് 4 പോയിന്റ് ഉപയോഗിച്ച് ഗണ്ണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഈ രൂപത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയുന്ന ആൾക്കാർ, അവർ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. ആ സമൂഹത്തിൻ്റെ പ്രകൃതിയുടെ, സംസ്കാരത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ആ മനുഷ്യരിലുണ്ടാകും. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സ്വാധീനങ്ങൾ ആ വ്യക്തിയിലുണ്ടാകും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ, ഈ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ ജീവിക്കുന്ന ഒരു ലോകത്തിലുള്ള
അവരുടെ ഇടപെടുന്ന ഒരു സംസ്കാരം എന്നുള്ളത് അത് ഈ ദൈവനിഷേധത്തിന് വലിയ പ്രാമുഖ്യം നൽകി അത് എന്തോ വലിയൊരു സംഭവമാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും അവർക്ക് ശാസ്ത്രത്തിൻ്റെ അപ്പുറത്തുള്ള ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി അവർ ഇതിനെ ഉപയോഗിക്കുന്നത്. അതിനെ ഉദാഹരണമായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നത്, ബ്രിട്ടനിലെ സുവോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വാട്സൺ പറഞ്ഞു, ഈ എവല്യൂഷൻ തിയറി ഉണ്ടല്ലോ അതൊരിക്കലും നമുക്ക് 100% സത്യമാണെന്ന് തെളിയിക്കാനോ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കില്ല. അത് സത്യമാണെന്ന് തെളിയിക്കാൻ സാധിക്കില്ല, അതിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് പൊതുവായിട്ട് എല്ലാവരും അംഗീകരിക്കാനുള്ള കാരണം ഇത് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നതിന് ആകെയും പോവുകയും പകരമായിട്ടുള്ളത് ഈ ഒറ്റ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഇതിനെ പിടിക്കുന്നത് എന്നും ഒരു ശാസ്ത്രജ്ഞനാണ് പറയുന്നത്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പോലും ആ വിഷയം പറയുന്നത് ശാസ്ത്രീയപരമായിട്ട് നമുക്ക് ദൈവം ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം ശാസ്ത്രത്തിന് അപ്പുറത്താണ് ദൈവം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അഭിപ്രായം പോലും പറയാൻ ശാസ്ത്രത്തിന് അവകാശമില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നത്, ഈ വിഷയങ്ങളിൽ വളരെ ആഴത്തിൽ പഠിച്ച ഈ ശാസ്ത്രജ്ഞന്മാർ അവരിൽ ഭൂരിഭാഗം ആൾക്കാരും നിരീശ്വരവാദികൾ അല്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂരിഭാഗം ആൾക്കാരും നിരീശ്വരവാദികളല്ല. യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രീയ പഠനം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അറിവ് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാരിൽ ഭൂരിഭാഗം ആൾക്കാരും നിരീശ്വരവാദികളാവണ്ടേ? പക്ഷേ അവരിൽ ഭൂരിഭാഗം ആൾക്കാരും നിരീശ്വരവാദികളല്ല. നമ്മൾ ചരിത്രത്തിലുടനീളം എടുത്തു നോക്കിയാലും ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശാസ്ത്രീയ പഠനത്തിൻ്റെ വലിയ പടുക്കളായിട്ടുള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ, അവർ ഉദാഹരണത്തിന് ബേക്കൺ ആകട്ടെ, അല്ലെങ്കിൽ ഗലീലിയോ ആകട്ടെ, അല്ലെങ്കിൽ കിബ്ലർ ആകട്ടെ, അല്ലെങ്കിൽ ന്യൂട്ടൺ, അല്ലെങ്കിൽ മാക്സ്വെൽ, ഫ്രോയിഡ്, ഇങ്ങനെ തുടങ്ങിയ വലിയ പടുക്കൾ ശാസ്ത്രത്തിൻ്റെ അരമനകൾ കയറിയ അതിൻ്റെ ഉന്നത ശ്രേണിയിൽ നിന്നുകൊണ്ട് ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ സമ്മാനിച്ച ഈ വലിയ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും വിശ്വാസികളായിരുന്നു. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവരാരും ദൈവത്തെ നിഷേധിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഒരു പഠനം നമുക്ക് കാണാം. ഖാലിഫ് എന്ന് പറയുന്ന ആൾ എഴുതിയൊരു ഗ്രന്ഥം 2005 അത് പുറത്തിറക്കി. എന്താണ് അതിൻ്റെ പേര്? നോബൽ പ്രൈസിൻ്റെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ആ ടെക്സ്റ്റിൽ അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, 20-ാം നൂറ്റാണ്ടിൽ ഈ നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാർ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ പഠനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 20-ാം നൂറ്റാണ്ടിൽ പോലും ഈ നോബൽ സമ്മാനം വാങ്ങിച്ച ആൾക്കാരിൽ, ശാസ്ത്രജ്ഞന്മാരിൽ 7% മാത്രമാണ് നിരീശ്വരവാദികൾ. 7% മാത്രമാണ് ബാക്കി 93% ദൈവവിശ്വാസികളാണ്. അപ്പോൾ ശാസ്ത്രീയ പഠനം ദൈവനിഷേധത്തിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇവരെ എത്തിച്ചില്ല? അപ്പോൾ ഇവർ പറയുന്ന വാദമല്ലേ യഥാർത്ഥത്തിൽ തെറ്റ് എന്നാണ് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആയിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ നിരീശ്വരവാദികൾ ഏറ്റവും കൂടുതലും അവർ പരിശ്രമിക്കുന്നൊരു വിഷയമാണ്, ചരിത്രത്തിൽ മതം ശാസ്ത്രത്തിന് എതിരായിരുന്നു, മതവും ശാസ്ത്രവും തമ്മിൽ യുദ്ധമായിരുന്നു എന്നുള്ള വിഷയം. എപ്പോഴും മതം ശാസ്ത്രത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയാണ് പരിശ്രമിച്ചത് എന്നുള്ള വിഷയം. അതിനെക്കുറിച്ച് ഷെയ്ഖ് പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ, കത്തോലിക്കൻ സഭയുടെ കീഴിലുള്ള ചില രാജാക്കന്മാർ ചെറിയ രൂപത്തിലൊക്കെ ശാസ്ത്രത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അതല്ല യാഥാർത്ഥ്യം, അത് വളരെ മൈന്യൂട്ടായിട്ട്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അത് ഇസ്ലാമിക ലോകത്തോട്ട് എടുത്താൽ, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടവും ചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ശാസ്ത്രത്തിനെയും അതിൻ്റെ നിരീക്ഷണ പഠനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് ഖുർആനാണ്. നിങ്ങൾ ചിന്തിക്കുവാനും ഉറ്റാലോചിക്കുവാനും ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നിങ്ങളുടെ ചിന്തകളെ പായിപ്പിക്കണമെന്നുള്ള
പ്രോത്സാഹനമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ നൽകിയത്. അതിന് നമുക്കറിയാം, ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം, ഏറ്റവും കൂടുതൽ ഈ ലോകവും ഈ പ്രപഞ്ചവും മുഴുവനും അന്ധകാരത്തിൽ പെട്ടമർന്നുപോയ അറിവിനും പഠനത്തിനും മനനത്തിനും ധാർമ്മികതയ്ക്കും ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ഒരു ഉന്നതമായ ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്തു. ആ സമൂഹം ഈ ലോകത്തിന് സമ്മാനിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നമ്മളിപ്പോൾ കാണുന്ന ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള വലിയൊരു അടിത്തറ, എല്ലാ ശാസ്ത്രീയ മേഖലകൾക്കുമുള്ള അടിത്തറ നിർമ്മിക്കപ്പെടുന്നത് ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജിലാണ്. ധാരാളം ശാസ്ത്ര ശാഖകളുടെ പിതാക്കന്മാർ ഈ മുസ്ലിം പണ്ഡിതന്മാരാണ്. ഇസ്ലാമിക ഗോൾഡൻ ഏജിൽ താമസിച്ച അന്ന് ഔറോപ്യയിലുള്ള, അതായത് യൂറോപ്പിലുള്ള ആൾക്കാർക്ക് പോലും പഠനം നടത്തുന്നതിനു വേണ്ടി അവർ ബാഗ്ദാദിലേക്ക് വരുന്ന, ഇസ്ലാമിക് സ്പെയിനിലേക്ക് വരുന്ന, കോർഡോവയിലേക്ക് വരുന്ന, അതിൻ്റെ ലൈബ്രറികൾക്കും പണ്ഡിതന്മാർക്കും അടുക്കിലേക്ക് വരുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ആ ചരിത്ര കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ കണ്ടെത്തിയ, അതിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ള പഠനങ്ങളിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചരിത്രത്തിൽ നടന്ന കത്തോലിക്കൻ സഭയുടെ കീഴിലുണ്ടായ ചെറിയൊരു അക്രമമല്ലാതെ വേറെ ഒന്നും ഇസ്ലാമിക ലോകത്തേക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇസ്ലാം എപ്പോഴും ആ ഒരു പഠനത്തിനെയും മനത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് അധികാരം ലഭിച്ചപ്പോൾ അവരെന്താണ് കാണിച്ചത്? അത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത് റഷ്യയിൽ അവർക്ക് അധികാരം ലഭിച്ചപ്പോൾ ഈ യഥാർത്ഥമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ അടിച്ചമർത്തുവാൻ, അതായത് എവല്യൂഷൻ തിയറി തെറ്റാണെന്നും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവസാനം ദൈവത്തിലേക്ക് സൂചിപ്പിക്കുന്നു എന്നുള്ള പല രൂപത്തിലുള്ള പഠനങ്ങളിലേക്കുമുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും ആ ശാസ്ത്രജ്ഞന്മാരെ കൊന്നുകളയുകയും ചെയ്ത ശാസ്ത്രത്തിന് വിരുദ്ധരായിട്ട് നിന്നവരാണ് യഥാർത്ഥത്തിൽ ഈ നിരീശ്വരവാദികളായിട്ടുള്ളവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ ഒരിക്കലും ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ടില്ല. അവർ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു ലോകക്രമം ഇതാണ്, ഇതിനെതിരെ ആര് എന്ത് പഠനം കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ ഈ വിഷയങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ നമുക്കറിയാം 1990-കളിൽ LGBT അല്ലെങ്കിൽ ലെസ്ബിയൻ ആണ് അല്ലെങ്കിൽ ഗേ ആണ് എന്ന് പോലുള്ള ചിന്തകൾ അതൊരു അബ്നോർമാലിറ്റി ആയിരുന്നു, അതൊരു അസുഖമായിട്ടാണ് പരിഗണിച്ചത്. പക്ഷേ ഈ ആക്ടിവിസ്റ്റുകളുടെ, ഈ നിരീശ്വരവാദികളുടെയും ഈ LGBT ആക്ടിവിസ്റ്റുകളുടെയും അവരുടെ സമരം കാരണത്താലാണ് അതൊരു മാനസിക രോഗമാണെന്നുള്ളിടത്ത് നിന്ന് അത് അവരുടെ അവകാശമാക്കി മാറ്റിയത്. ഇതാണ് ഇവർ ശാസ്ത്രത്തോട് ചെയ്ത ആത്മാർത്ഥതയെന്ന് നമ്മൾ ബോധ്യപ്പെടുക. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ നിരീശ്വരവാദികൾക്ക്, ഈ ശാസ്ത്രത്തിൻ്റെ സംരക്ഷകരായിട്ട് വാദിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അതിന് ധാർമ്മികപരമായിട്ട് അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമതായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നൊരു പോയിന്റ്, ഒരിക്കലും ഈ പ്രപഞ്ചത്തിൻ്റെ പഠനം അള്ളാഹു ഇല്ല എന്നതിലേക്കല്ല നമ്മൾ കൊണ്ടെത്തിക്കുന്നത്, ഒരു സൃഷ്ടാവുണ്ട് എന്നതിലേക്കാണ്. ഉദാഹരണത്തിന് കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് ആകട്ടെ, പ്രൂഫ് ഓഫ് ക്രിയേഷൻ ആകട്ടെ, അല്ലെങ്കിൽ ടെലിയോജിക്കൽ ആർഗ്യുമെന്റ്സ് ആകട്ടെ, ഏത് ആർഗ്യുമെൻ്റ് എടുത്താലും അതൊക്കെയും ഒരു ദൈവത്തിലേക്ക്, ഒരു സൃഷ്ടാവിലേക്ക് നമ്മളെ എത്തിക്കുന്ന ധാരാളം പഠനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് ഷെയ്ഖ് അവിടെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല അവസാനമായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നൊരു പോയിന്റ്, എന്താണ് ഇസ്ലാമും ഈ ഒരു ഭൗതിക ശാസ്ത്ര പഠനവുമായി തമ്മിലുള്ളൊരു ബന്ധം എന്താണ് എന്ന് ഷെയ്ഖ് സൂചിപ്പിക്കുകയാണ്. അതിന് ചില ചോദ്യങ്ങളിലൂടെ, അത് രണ്ടും തമ്മിലുള്ള സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളുമാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രീയ പഠനങ്ങൾക്ക് എതിരാണോ ഇസ്ലാം? അതിന് ഷെയ്ഖ് പറയുന്നത് അല്ല. അങ്ങനെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നതിനോ അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനോ ഒരിക്കലും ഇസ്ലാം എതിരല്ല, മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ചോദ്യമായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നത്, ഇസ്ലാം ശാസ്ത്രീയമായിട്ട് കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. അങ്ങനെയല്ല. ശാസ്ത്രം കൊണ്ടുവരുന്ന എല്ലാ കാര്യവും സത്യമാണെന്ന് ശാസ്ത്രം പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിനൊരു അടിത്തറയുണ്ട്. എന്താണ്? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വഹീൻ്റെ മേലാണ്
എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിർമ്മിക്കപ്പെട്ടത്. അതിനടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കാര്യങ്ങളെ ക്ലിപ്തപ്പെടുത്തുക. അല്ലാതെ ശാസ്ത്രീയ പഠനങ്ങൾക്ക് മാറ്റത്തിന് വിധേയമായ, കാലത്തിനനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ പഠനത്തിൻ്റെ മേലല്ല ഇസ്ലാം ഭരമേൽപ്പിച്ചിട്ടുള്ളത്. ഇതിനെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമത്തിലാണെന്ന് മനസ്സിലാക്കുക. അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യം, ഈ പ്രപഞ്ചത്തിൻ്റെ പഠനം അത് ഇസ്ലാമിലേക്ക്, എല്ലാ പഠനവും ഇസ്ലാമാണ് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് നമ്മളെ എത്തിക്കുമോ? ശൈഖ് പറയുന്നു, അങ്ങനെ എല്ലാ പഠനവും ഇസ്ലാമിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരുപാട് പഠനങ്ങൾ ഇസ്ലാമിൻ്റെ വിഷയങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് പഠനങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ ചോദ്യം ശൈഖ് പറയുന്നു, ഇസ്ലാമിന് ശാസ്ത്രീയ വിഷയങ്ങളിൽ ഒരു വിധി കൽപ്പിക്കാനുള്ള ഒരു അവകാശമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ശൈഖ് പറയുന്നു, ഇസ്ലാമിന് ശാസ്ത്രത്തിൻ്റെ മേൽ അങ്ങനെ ആ രൂപത്തിൽ ബന്ധപ്പെടാൻ പറ്റും, അങ്ങനെയുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഴുവനും മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അവസാനമായിട്ട് ശൈഖ് പറയുന്നത്, ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ മൊത്തം ഇസ്ലാമിൻ്റെ ഇന്നത് ശരിയാണ് ഇങ്ങനെ രൂപത്തിലാക്കാൻ പറ്റും, അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിന് അറിവ് ലഭിക്കുന്നത് ശാസ്ത്രത്തിൽ നിന്നല്ല, അള്ളാഹുവിൽ നിന്നും അവൻ്റെ വഹയിൽ നിന്നുമാണ്. അപ്പോൾ വഹയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അത് 100% ശാസ്ത്രീയമായിരിക്കും, അത് ശരിയുമായിരിക്കും. എന്നാൽ ശാസ്ത്രത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യവും 100% ശരിയും ഇസ്ലാമികമാവണോ? ആവാൻ പറ്റും. അതാണ് ഇവിടെ ഈ 2 ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഇസ്ലാമിലൊരു കാര്യം പറഞ്ഞോ, അതിനെ ഒരു രീതിയിലും തെറ്റാണെന്നോ മോശമാണെന്നോ തെളിയിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ഇനി ശാസ്ത്രം കൊണ്ടുവരുന്ന, അതേപോലെ തന്നെ ശാസ്ത്രം കൊണ്ടുവരുന്ന എല്ലാ കാര്യവും ഇസ്ലാമികമാണോ? എല്ലാ കാര്യവും ഇസ്ലാമികമാണെന്നും പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഇസ്ലാമിൻ്റെ ബേസ് അള്ളാഹും അള്ളാഹുവിൻ്റെ വഹയുമാണ്. ശാസ്ത്രത്തിൻ്റെ ബേസ് നമ്മുടെ ഭൗതികമായിട്ടുള്ള പഠനമാണ്. ആ പഠനം വ്യക്തികൾക്കനുസരിച്ച് മാറും. എൻ്റെ ബുദ്ധിയല്ല നിൻ്റെ ബുദ്ധി, നിൻ്റെ കാഴ്ചപ്പാടല്ല എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു കാര്യം കാണുമ്പോൾ നിനക്ക് ഒരുപാട് കാര്യം കാണാൻ പറ്റും. മറ്റൊരു ബുദ്ധി ഉപയോഗിച്ച് കാണുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ടൊരു കാര്യം അവൻ എഴുതി വെച്ചു, മറ്റൊരു വേറൊരു കാര്യം എഴുതി വെച്ചു. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ചിലപ്പം യോജിക്കുന്നുണ്ടാവാം, യോജിക്കാത്തതുണ്ടാകാം. അങ്ങനെ പല രൂപത്തിലാണ് അതിന് കാര്യങ്ങൾ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിലുള്ള സകല കാര്യങ്ങളും അത് 100% ശാസ്ത്രീയപരമായിട്ട് തെറ്റാണെന്നോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമാണ് പറഞ്ഞത് എന്ന് ശരിയെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം ഇസ്ലാമിൻ്റെ ബേസും ഉറവിടവും എന്നുള്ളത് അള്ളാഹും അവൻ്റെ വഹയുമാണ്. എന്നാൽ ശാസ്ത്രീയപരമായിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാമികമാണോ? അല്ല. അതിൽ ഇസ്ലാമികമാവുന്നതുമുണ്ട്, ആവാത്തതുമുണ്ട്. കാരണം ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങൾ എന്നുള്ളത് മാറ്റത്തിന് വിധേയമാണ്, അത് മാറിക്കൊണ്ടിരിക്കും. പിന്നീട് പുതിയൊരു എലമെൻ്റ് കണ്ടെത്തുമ്പോൾ, പുതിയൊരു മോളിക്യൂളിനെ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഒരു ആറ്റത്തിൻ്റെ പുതിയൊരു ഡിവിഷനെ അവിടെ കണ്ടെത്തുമ്പോൾ അതിൻ്റെ എല്ലാ പഠനങ്ങളും മാറി വേറെ രൂപത്തിലേക്ക് എത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഷെയ്ഖ് അവസാനം ഈ ഇസ്ലാം ഒരിക്കലും ശാസ്ത്രത്തിനെതിരല്ലെന്നും ഇസ്ലാം ശാസ്ത്രീയ പഠനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ എന്നും പറയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാനും 1001 ഇൻവെൻഷൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ കണ്ടെത്തിയ 1001 കണ്ടെത്തലുകൾ എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം. ആ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് പഠിച്ചാൽ, അത് വായിച്ചാൽ ഇസ്ലാം എന്താണ്, ഇസ്ലാമിക സമൂഹം എന്താണ് ഈ ലോകത്തിന് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു തആല കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.